ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഒരുപാട് കാലമായിട്ട് വീഡിയോ ചെയ്യാറില്ലായിരുന്നു. പിന്നെ പുതിയൊരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മളതിന് കൃത്യമായ മറുപടി നൽകുന്നതാണ്. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീട് സ്ട്രക്ചർ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ പുതിയ അപ്ഡേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ചിലവ് കുറച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വളരെ ഭംഗിയോട് കൂടിയിട്ട് ചെയ്തൊരു വീടാണിത്. ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ ഇത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ വീട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുമതിലൊക്കെ ഇപ്പോൾ തന്നെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീടിന് എത്ര ചിലവ് കൃത്യമായിട്ട് ഏതിനെല്ലാം എത്രയൊക്കെ ചിലവ് വന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടോട്ടൽ ഒരു എമൗണ്ട് പറഞ്ഞു പോവുമല്ല, ഏതിനൊക്കെ കൃത്യമായ ചിലവ് വന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ സ്ട്രക്ചർ വരെയുള്ള എമൗണ്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 13 ലക്ഷം രൂപക്കാണ് ഇതിൻ്റെ സ്ട്രക്ചർ തീർത്തത്, തേപ്പ് വരെ എത്തിച്ചത്. തേപ്പ് വരെ 13 ലക്ഷം രൂപയ്ക്ക് എത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് അത് വിശ്വാസം വന്നിട്ടില്ല. കമൻറ്റിൽ പലരും ചോദിക്കുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അത് വ്യക്തമാക്കുകയാണ്. 13 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ സ്ട്രക്ചർ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അത് ഒന്ന് ഈ വീടിന് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ വാതിൽക്കട്ടില അതുപോലെ തന്നെ ജനൽക്കട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റ് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കല്ലിന് പ്രൈസ് കുറവായിരുന്നു. ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇന്ന് കല്ലിന് അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തറൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി കുറച്ച് പഴയ കല്ലുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ ചിലവ് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ വീട്ടുടമസ്ഥന് ഇതിൻ്റെ പണിയിൽ ചെറിയ രീതിയിലൊക്കെ ആൾ പങ്കാളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ചിലവ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ചിലവ് വരിക. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റോളം ഈ വീട് വലിപ്പമുണ്ട്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഈ വീടിൻ്റെ റൂമുകളുടെ അളവ് എന്ന് പറയുന്നത് 10, 12, 10, 13 ഒക്കെ ആയിട്ടാണ് ഈ വീടിൻ്റെ റൂമുകളുടെ അളവ് വരുന്നത്. ഓക്കെ, ഈ വീടിന് നമുക്ക് എത്രയാണ് ചിലവ് വന്നിട്ടുള്ളത് എന്ന് മൊത്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ ഡൈനിങ് ഹാളിലേക്കാണ്. ഓക്കെ,
ഇതിന് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഇത് ഒരു വലിയ ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലേക്കാണ് കയറി വരുന്നത് തന്നെ. ഇതിന് ടേബിളും കാര്യങ്ങളൊക്കെ ഡൈനിങ് ഹാളിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നിസ്കാര റൂം ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലുതൊന്നല്ല, അത് ചെറിയൊരു നിസ്കാര റൂമാണ്. ഏകദേശം ഒരു 2 ആൾക്ക് നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നതൊരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പം, വീതിയും വലിപ്പമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല രസകരമായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാരക്കുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർ ചുമരിൽ സെറ്റ് ചെയ്തതല്ല, അവർ അലമാര റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. ഈ വീടിന് നമുക്ക് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ 2 റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സിറ്റ് ഔട്ട്, ഒരു ഡൈനിങ് ഹാള്, പിന്നെ കിച്ചണ് വർക്ക് ഏരിയ ഉണ്ട്. ഒരു കിച്ചണും ഉണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഓക്കെ, കിച്ചണൊക്കെ ഫുള്ള് വർക്ക്, ഈ വീടിൻ്റെ മുഴുവൻ വർക്കുകളും തീർത്തിട്ട് തന്നെയാണ് അവർ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ഹാളിൽ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വലിയതായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ഈ വീടിന് വേണ്ടിയിട്ട് താഴെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ വിരിച്ചിട്ടുള്ള ടൈലാണ്, വൈറ്റ് ടൈലാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിന് അത്യാവശ്യം നല്ല അനുയോജ്യമായിട്ടുള്ള കളർ കിട്ടുന്നുണ്ട്. വൈറ്റ് ടൈല്, അതുപോലെ പെയിൻറ്റിങ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ അലമാര അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലമാര തന്നെയാണ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വീടിൻ്റെ കിച്ചണാണ് നോക്കാനുള്ളത്. കിച്ചണൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ്. കബോർഡൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ വീടിന് വന്നിട്ടുള്ള ചിലവെന്ന് പറയുന്നത് 70,000 രൂപയാണ് കിച്ചണിലും മുഴുവനായിട്ടും കബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീടിന് വന്നിട്ടുള്ളത് ചിലവ്. മുകളിൽ 2 സൈഡ് റാക്ക് കൊടുത്തിട്ടുണ്ട്. ആ റാക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ മുകളിൽ ചെയ്തിട്ടുണ്ട് വേറെ. അതുപോലെ താഴെ റാക്കിൻ്റെ താഴെയായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വർക്ക് ഏരിയയിലും ഇതുപോലെ തന്നെ അവിടെ അടുപ്പിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചണ് തന്നെയാണ്. കിച്ചണിലും വൈറ്റ് ടൈൽ തന്നെയാണ് താഴെ യൂസ് ചെയ്തിട്ടുള്ളത്. കബോർഡൊക്കെ ഇപ്പോൾ ചെയ്യുന്ന മോഡലിൽ തന്നെ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ചിലവുകളും ടോട്ടൽ എത്ര വന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. സ്റ്റെയർ കേസ് നമുക്ക് അതിൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് സ്റ്റെയർ കേസ് ബാൽക്കണി ഒരുമിച്ച് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 80,000 രൂപയാണ് അതിന് വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. ചുമരിലൊക്കെ വൈറ്റ് ടൈലാണെങ്കിലും താഴെ കുറച്ച് ലൈറ്റ് കളർ ആക്കിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്ര വൈറ്റ് അല്ല. പിന്നെ ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ ചിലവുകൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ചിലവ് ഇതിന് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് 80,000 രൂപയാണ് ചിലവ് വന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാണ്. 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. 18,000 രൂപയാണ് 2 ടാങ്കിനായിട്ട് അവർ ചിലവഴിച്ചത്. അതുപോലെ ഷീറ്റ് ഇടാൻ വെൽഡിങ് വർക്കിന് അവർ 30,000 രൂപയാണ് വെൽഡിങ് വർക്കിന് വേണ്ടി ചിലവഴിച്ചത്. അതുപോലെ അപ്പോക്സി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ബാത്റൂമൊക്കെ വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 15,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. അടുപ്പ് സെറ്റ് ചെയ്യാൻ 8,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. 8,000 കേട്ടോ. കർട്ടന് സെറ്റ് ചെയ്യാൻ മാത്രം 17,000 രൂപ അവർ ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ 90,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റിങ് 90,000 രൂപയാണ് കൂലി. പെയിൻറ്റ് വാങ്ങിയതും അതിന് വർക്കേഴ്സിനുള്ള കൂലി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ വാഷ് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20,000 രൂപയാണ് വാഷ് ബേസിന് മാത്രം ചിലവഴിച്ചിട്ടുള്ളത്. വാഷ് ബേസ് അത്യാവശ്യം അവർ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മോഡലായിട്ട് ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാക്കിയിട്ടല്ല, അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ മെയിൻ ഡോറ് അതുപോലെ മറ്റ് ഡോറുകളൊക്കെ ചെയ്യാനായിട്ട് 90,000 രൂപയാണ് ചിലവഴിച്ചത്. വർക്കേഴ്സിൻ്റെ കൂലിയും സാധനവും അടക്കം ആണ് ഈ പറയുന്നത്. പിന്നെ കുറച്ച് വുഡ് അവരെ കയ്യിലുണ്ടായിരുന്നു, അവരെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് 90,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ ബാത്റൂം ഡോറും അതുപോലെ ആ പറകോളകൾ കൊടുത്ത് അതിൻ്റെ ഗ്ലാസും കൂടി സെറ്റ് ചെയ്യാൻ അവർക്ക് ചിലവ് വന്നിട്ടുള്ളത് 90,000 രൂപയാണ്. അവർക്ക് അതിന് വേണ്ടി 21,000 രൂപ. ബാത്റൂമിൻ്റെ ഡോറും അതുപോലെ തന്നെ പറകോള ഗ്ലാസ് സെറ്റ് ചെയ്യാനും 21,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. കിച്ചൺ കബോർഡ് നമ്മൾ മുമ്പ് പറഞ്ഞു 70,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്കുകൾ, ടൈല് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുമരിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലാഡിങ് ടൈല് പോലെ ഒട്ടിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ അതുപോലെ തന്നെ അവർ ഇരിക്കുന്ന സ്ഥലത്ത് സിറ്റ് ഔട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിൽ അവർ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇത് ഒട്ടിക്കുന്ന വർക്കേഴ്സിൻ്റെ അടക്കം ചിലവാണ്. 3.5 ലക്ഷം രൂപയിലാണ് അവർ ടൈൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3.5 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് വർക്ക് മുഴുവനായിട്ടും ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലംബിങ് ആൻഡ് വയറിങ് ടോട്ടൽ ചിലവ് അവർക്ക് 2,45,000 രൂപ ടോട്ടൽ ചിലവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീടിന് വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചിട്ടുള്ളത്. പിന്നെ സ്ട്രക്ചർ വർക്കിൻ്റെത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് മുഴുവനായിട്ടും പോയിട്ട് കാണുക. ഇത് മുകളിലുള്ള റൂമുകളാണ്. മുകളിൽ 2 റൂം കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ബെഡ്റൂം ആക്കിയിട്ടുണ്ട്. ഒന്നിൽ അവർ സോഫ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ലിവിങ് പോലെയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ അതുപോലെ ഇത് മുകളിലെ ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല ടൈലാണ് അവർ ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിലെ ടോയ്ലറ്റിൽ അവർ വാഷ് ബേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മുഴുവൻ വർക്കും, അതായത് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് ഫിനിഷ് ചെയ്യാൻ ഏകദേശം അവർക്ക് വന്ന തുക എന്ന് പറയുന്നത് 10,54,000 രൂപയാണ്. സ്ട്രക്ചർ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തേപ്പ് വരെ കഴിഞ്ഞ് വൈറ്റ് വാഷ് വരെ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, പിന്നെ അവർക്ക് മുമ്പ് വന്നിട്ടുള്ള ഏകദേശം 13-13.5 ലക്ഷം രൂപക്കുള്ളിലാണ് അവർക്ക് സ്ട്രക്ചർ തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 24 ലക്ഷം രൂപക്കകത്ത് അവർക്ക് ഈ വീട് ഫിനിഷ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഏകദേശം ഒരു 1,500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ നമ്മൾ നോക്കി ചിലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഫർണിഷിംഗ് ഒന്നും ഇതിൽ പെടുന്നതല്ല കേട്ടോ. ഓക്കെ, വീടിൻ്റെ വർക്ക് മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫർണിച്ചർ അവർ വാങ്ങിയത്, കൊടുന്നത്, പിന്നെ അവരെ വീട്ടിൽ നിന്ന് കൊടുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ബാൽക്കണിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവർ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൂണുകളിലൊക്കെ അവർ ടൈല് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചിലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറഞ്ഞ ചിലവ് തന്നെ വീട് പണിയാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുള്ളവർ കമൻറ്റിലൂടെ ചോദിക്കുക. പിന്നെ കരാറുകാരുടെ നമ്പർ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. വീഡിയോക്ക് അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എറണാകുളം ഭാഗത്തുള്ള എൻജിനീയറുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന് വരയ്ക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാനുകൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ അവർ വീട് കരാർ എടുക്കാറുണ്ട്. നല്ല വീടുകളൊക്കെ അവർക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തു തരുന്നതാണ്. വീഡിയോയ്ക്ക് അവസാനം അവരുടെ കോൺടാക്റ്റ് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അവർ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ടീമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഓപ്പൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വീടിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചൂണ്ടിക്കാട്ടാം. നമ്മൾ അത്ര വലിയ രീതിയിൽ വീഡിയോ എടുക്കാൻ കഴിയുന്ന ആളുകളൊന്നും അല്ല. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമ്മൾ മാക്സിമം എല്ലാ ചിലവുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീടുകൾ ചെയ്യുന്ന വീട് പണിയുടെ ഒക്കെ വീഡിയോസാണ് കാര്യമായിട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് നേരിട്ട് അറിയുന്നൊരു വീടായതുകൊണ്ട് മാത്രമാണ് നമുക്കിതിൻ്റെ എല്ലാ ചിലവുകളും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. എല്ലാവരും ഇങ്ങനെ എഴുതി വെക്കുന്നവരോ ഓർത്ത് വെക്കുന്നവരോ അല്ല. മാത്രവുമല്ല നമുക്ക് അത്രയും അടുത്ത് പരിചയമുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വീടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഈ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ചിലവുകൾ കൃത്യതയോട് കൂടിയിട്ട് തന്നെ എനിക്ക് അവതരിപ്പിക്കാനും കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഹായ് സുഹൃത്തുക്കളെ, പിന്നെ നിങ്ങൾക്ക് സ്കെച്ച് അതുപോലെ തന്നെ കൺസെഷനും കാര്യങ്ങളും കൊടുക്കാനാണെങ്കിൽ സ്ക്വയർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ നല്ല അടിപൊളി ടീം എറണാകുളം ബേസ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ പ്ലോട്ട് കണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. വിശ്വസനീയമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റിയൊരു ടീം തന്നെയാണ് അവർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.